മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ഒരു കാലത്ത് ഗബ്രിയും ജാസ്മിനും. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന രണ്ടുപേരായി മാറിയിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും. ഇപ്പോഴിതാ ഇവർ രണ്ടുപേരും സൗഹൃദത്തിലായിരുന്നപ്പോൾ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആര്യ ഭാർഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ജാസ്മിനും ഗബ്രിയും ദേവാകൃഷ്ണനുമൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു നല്ല അടിപൊളി ഷോർട്ട് ഫിലിമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ 1.5 ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞു. അത്രയേറെ പ്രേക്ഷക സ്വീകാര്യതയോടെ മുന്നേറുകയാണ് ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം. അതിൻ്റെ ഇടയിൽ തന്നെ ഇത് ജാസ്മിൻ ഷെയർ ചെയ്യാതെ എത്തിയപ്പോൾ അവസാനം ഗതികെട്ട് ഗബ്രി ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ജാസ്മിൻ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു. ഗബ്രി ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ജാസ്മിൻ ഒന്നും ഇതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഇവർ തമ്മിലുള്ള സൗഹൃദം വേർപിരിഞ്ഞുവെന്നും ഇവർ ഇപ്പോൾ സുഹൃത്തുക്കളല്ല എന്നൊക്കെ വാർത്ത വന്നിട്ടും ഗബ്രിയും ജാസ്മിനും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിലൂടെ ജാസ്മിന് മാത്രമാണ് പിണക്കമെന്നും ഗബ്രിക്ക് പിണക്കമില്ലെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി കൂടിയാണ് ഇതിൽ പിടിച്ചുപറ്റുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങളാണ് ഗബ്രിയും ജാസ്മിനും. എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരോടുമുള്ള ഇഷ്ടം പ്രേക്ഷകർ അറിയിക്കുന്നത്. മൗനം പാലിച്ച് ജാസ്മിൻ കഴിയുന്നത് എന്തിനാണ് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി വെറുതെ മാറുകയല്ല, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ഏറ്റെടുക്കുന്ന ഒന്നായി മാറുന്നു. ആരാധകരുടെ പ്രീതി വർദ്ധിച്ചു വരുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രീതി ഇല്ലാതെ തന്നെ മുന്നേറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയോടും ജാസ്മിനോടും ഇത്രയും അധികം സ്നേഹമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നത്. ബിഗ് ബോസ് തൊട്ട് തുടങ്ങിയ ഇവരുടെ സ്നേഹമാണ്. ആ സ്നേഹം തന്നെയാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ബിഗ് ബോസിലായിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും വേഗം വേർപിരിയും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ആ പ്രേക്ഷകരെല്ലാം കണ്ട് ഞെട്ടുകയായിരുന്നു. ആ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു. ഗബ്രി ജാസ്മിൻ വിഷയം അത്രയേറെ വിവാദമായ ഒന്ന് തന്നെയായിരുന്നു. ഇവരുടെ സൗഹൃദമൊക്കെ പ്രണയമാവുകയും പ്രണയത്തിന്റെ എറ്റിൽ നിൽക്കുമ്പോഴായിരുന്നു വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതും. അപ്പോൾ ജാസ്മിന് പുറത്ത് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വേർപിരിയുകയും ആ ചെറുപ്പക്കാരന്റെ വാർത്തകളും ഇതുപോലെ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായിരുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി സൗഹൃദം മുന്നോട്ട് വന്നത്. എനിക്കവനെ ഇഷ്ടമാണ്, അതെന്നാൽ എനിക്കൊരു റിലേഷൻഷിപ്പിലേക്കോ വിവാഹത്തിലേക്കോ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അന്ന് ഗബ്രിയുടെ മുന്നിൽ വെച്ചും എല്ലാവരുടെ മുന്നിൽ വെച്ചും ജാസ്മിൻ പറഞ്ഞത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്തു എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.